മലപ്പുറം പാണ്ടിക്കാട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ യുവാവ് പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പരിക്കുകളൊന്നും റിപ്പോർട്ടിൽ കാണുന്നില്ല. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് പക്ഷേ യുവാവിൻ്റെ മരണമെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം. വിവരങ്ങൾ ദീപക് തർപ്പണം പറയും കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മലപ്പുറത്തെ പാണ്ടിക്കാട് സ്റ്റേഷനിൽ മർദ്ദനം നടന്നു. മർദ്ദനത്തെ തുടർന്നാണ് യുവാവ് മരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. പക്ഷേ എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ മർദ്ദനത്തിന്റെ പാടുകളോ മർദ്ദന പരിക്കുകളുടെ ലക്ഷണങ്ങളൊന്നും ദേഹത്ത് കാണാനില്ല എന്നുള്ളത്. ഞാൻ അല്പം മുമ്പ് മലപ്പുറം SP S ശശിധരനുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കും. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖാമൂലം കിട്ടിയതിനു ശേഷം അതുകൂടി പരിശോധിച്ചായിരിക്കും അന്വേഷണം. ഈ പോലീസ് ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ് ഇതിൽ നടക്കാൻ. കാരണം കസ്റ്റഡി മരണം ഉണ്ടാവരുത് എന്നുള്ള കർശന നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൻ്റെത് ഉള്ളതുകൊണ്ട് തന്നെ ഇതിലൊരു കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ള നിലയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ശാസ്ത്രീയമായ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് നടക്കുക. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന്, ഉത്സവപ്പറമ്പിൽ നടന്ന ഒരു വാക്കേറ്റം. ആ വാക്കേറ്റത്തിൽ പോലീസിന് നേരെ കയർത്തു. ആ കയർത്തവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ഉണ്ടായത്. വിളിപ്പിച്ചപ്പോൾ അവർ വരികയും ചെയ്തു. പക്ഷേ തുടർന്ന് അവിടെ വെച്ച് മർദ്ദനം നടന്നു, അതിൽ മരിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. പക്ഷേ എന്നാൽ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ലഭിച്ചതിൽ മർദ്ദനപാടുകളില്ല. നേരത്തെ ഹൃദ്രോഗിയാണ്, ഹൃദയാഘാതമാണ് മരണകാരണം എന്നുള്ളതാണ്. പക്ഷേ ജില്ലാ പോലീസ് ഇതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ഇതിലെ വസ്തുതകൾ കണ്ടെത്തുക. കാരണം 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ പ്രാഥമികമായ നടപടിയാണ്, അന്വേഷണത്തിന്റെ ഭാഗമായ നടപടിയാണ്. പക്ഷേ എന്നാൽ ഒരു മുൻവിധിയില്ലാതെ ഇതിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ എന്തൊക്കെ സംഭവിച്ചു, മർദ്ദനമില്ലെങ്കിലും ഇദ്ദേഹം പേടികൊണ്ട് പോലീസ് ഭയപ്പെടുത്തിയിട്ടോ മറ്റോ ആണോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നുള്ളതാണ് മലപ്പുറം SP S ശശിധരൻ നമ്മളോട് അല്പം മുമ്പ് ഫോണിൽ പറഞ്ഞത്. SK. ദീപക് തർപ്പണം.